ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് NS200 ഇതേ ഈ ഒരു പാർക്കിംഗ് ലൈറ്റ് സെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. റിമോട്ട് കൺട്രോൾ പാർക്കിംഗ് ലൈറ്റ് ആണ് കേട്ടോ ഇത്. നമുക്ക് ഓട്ടോ പവേഴ്സ് ആണ് ഈ ഒരു പ്രൊഡക്റ്റ് അയച്ചു തന്നിട്ടുള്ളത്. അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് അൺബോക്സ് ചെയ്യാനായിട്ട് പോവുകയാണ്. ആദ്യം തന്നെ നമുക്ക് കിട്ടുന്നത് ഇതുപോലുള്ളൊരു കാർഡാണ്. അവരുടെ QR കോഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു കാർഡാണ്, ഒരു ഗിഫ്റ്റ് വൗച്ചർ പോലുള്ളൊരു സംഭവമാണ്. പിന്നീട് ഇതാണ് നമ്മുടെ ആ ഒരു ലൈറ്റ് എന്ന് പറയുന്നത്. റിമോട്ട് കൺട്രോൾ ലൈറ്റാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ക്വാളിറ്റി തന്നെയാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് കേട്ടോ. ഒരു ബൾബിൽ 6 SMD LED ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം പവറും കാര്യങ്ങളൊക്കെ ഇതിന് കിട്ടുന്നുണ്ടായിരിക്കും. ഇതാണ് നമ്മുടെ ലൈറ്റ് കൺട്രോൾ ചെയ്യാനുള്ള റിമോട്ട്. കുഴപ്പമില്ലാത്തൊരു മെറ്റീരിയലാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ മ്യൂസിക് പ്ലെയറിൽ യൂണിവേഴ്സലായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു റിമോട്ടിൻ്റെ അതുപോലെ തന്നെയാണിത്. അതിൽ ഉപയോഗിക്കുന്ന അതേ സെയിം ബാറ്ററിയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്, ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ബൈക്കിൽ ഇത് സെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു പാർക്കിംഗ് ലൈറ്റ് നമ്മൾ റിമൂവ് ചെയ്തെടുക്കുകയാണ്. ഇതാണ് പാർക്കിംഗ് ലൈറ്റ്. ഈ ഒരു ബൾബ് റിമൂവ് ചെയ്തിട്ട് ഈ ഒരു സോക്കറ്റിലോട്ട് നമ്മുടെ റിമോട്ട് കൺട്രോൾ പാർക്കിംഗ് ലൈറ്റ് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കണം. ഞാനിപ്പോൾ നമ്മുടെ പുതിയ ബൾബ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് പോവുകയാണ്. ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, പ്ലസും മൈനസും കാര്യങ്ങളൊക്കെ ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആ ഒരു വണ്ടിയിലുള്ള ആ ഒരു സോക്കറ്റിൽ യെല്ലോ ആണ് പോസിറ്റീവായിട്ട് വരുന്നത്. നമ്മൾ ആ ഒരു സോക്കറ്റ് അത് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. അത് മാറിപ്പോയെന്ന് വിചാരിച്ചിട്ട് പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ലൈറ്റ് ഓണാക്കുന്ന ടൈമിൽ കത്തില്ലെന്നുള്ളൂ. അപ്പോൾ നമ്മൾ ജസ്റ്റ് തിരിച്ച് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ സംഭവം സെറ്റാവുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഗായ്സ്, നമ്മുടെ ചെക്കൻ കത്തിയിട്ടുണ്ട് കേട്ടോ ഗായ്സ്. സംഭവം വേറെ ലെവലാണ്. നല്ല അടിപൊളിയായിട്ട് തന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അടിപൊളിയാണ് സംഭവം. ഇനി നമുക്ക് റിമോട്ട് ഉപയോഗിച്ചിട്ട് വർക്കിംഗ് ആവുന്നുണ്ടോ എന്ന് നോക്കാം. ഞാൻ ജസ്റ്റ് ഗ്രീൻ കളറിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഗായ്സ്, ഗ്രീൻ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വൈറ്റ്, ഗായ്സ് വൈറ്റ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ കുറേ മോഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫ്ലാഷ് അങ്ങനെ കുറേ മോഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ഗായ്സ്, സാധനം വേറെ ലെവലാണ്. ഇനി ഞാൻ വണ്ടിയിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു ലുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗൈസ്, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ആ ഒരു ബെല്ലൈക്കണൂടെ ക്ലിക്ക് ചെയ്ത് വെച്ചാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. പിന്നീട് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പർച്ചേസ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ്.